ഹൃദയത്തിൽ നല്ല ഈ 10 കൽപ്പനകൾ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ഉറപ്പിച്ചു വെക്കേണ്ട ടാഗ് ലൈനാണ് സ്മരണ എന്നെനിക്ക് രഞ്ജി പണിക്കർ പറഞ്ഞിട്ടുണ്ട്. സ്മരണ വേണം, സ്മരണ. അപ്പൊ ഭരത്ചന്ദ്രന്റെ ഒരു ശുണ്ഠി എൻ്റെ രക്തത്തിലല്ല, എൻ്റെ ഹൃദയത്തിൽ. സുരേഷ് ഗോപി അല്ല നീ ഭരത്ചന്ദ്രനാണ്. ഈ ഭരത്ചന്ദ്രനെയാണ് ഈ ജനതയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരം അങ്ങ് നേരെ നെഞ്ചത്തോട്ട് കുത്തി, സ്വയം നെഞ്ചത്തോട്ട് കുത്തി തറച്ചാൽ മതി. അതിവിടെ ഏക്കില്ല. ജനതയ്ക്ക് ഈ ഭരത്ചന്ദ്രനെ ആവശ്യമാണെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും, ഭരത്ചന്ദ്രനായി നിർവഹിക്കും, ഭരത്ചന്ദ്രനായി പെരുമാറും, ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് ഞാൻ ഇവിടെ വച്ചു ഉറച്ച വാക്ക് നൽകുകയാണ്. അതങ്ങനെ തന്നെ. ഇനി ഈ വേദിയിൽ നിന്ന് പറഞ്ഞ് ഞാൻ വെറും ഒരു സ്നിപ്പറ്റ് റിപ്ലൈസ് പോലെ ഞാൻ പറയാം, അല്ലെങ്കിൽ ഈ പ്രസംഗം ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കില്ല. എൻ്റെ ഹൃദയം അത്രയും വിശാലമായതുകൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും മെറ്റീരിയൽ എൻ്റെ ഹൃദയത്തിലേക്ക് വിഷലിപ്തമായി തന്നെ അടിച്ചേൽപ്പിച്ച മുഹൂർത്തങ്ങളും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ സംഗീതത്തിലൂടെയും വളരെ ശുദ്ധമായ മാനസിക സമീപനങ്ങളിലൂടെയും ഒക്കെ എനിക്ക് എൻ്റെ ആ ഹൃദയത്തെ തിരിച്ച് നല്ല ദൈവീക അംശമുള്ള ഒരു ശുദ്ധത എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നുവന്ന മുഹൂർത്തങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു, നന്ദി ഞാൻ അവരോടെല്ലാം ചൊല്ലേണ്ടതാണ്. ഇവിടെ ഈ പറഞ്ഞ മുൻശുണ്ഠിയുടെ കാര്യം ഞാൻ പറഞ്ഞു, അത് രഞ്ജി പണിക്കരുടെയും ഷാജി കൈലാസിൻ്റെയും പേനയിരിപ്പും മനസ്സിലിരിപ്പും കയ്യിലിരിപ്പുമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ. എന്നിട്ടും ഞാനതിനെ തള്ളിപ്പറയുകയാണ്. ഷാജി ഇവിടെ വന്നതെന്ന് സംസാരിക്കുമ്പോൾ സെറ്റിലൊക്കെ അവൻ കാണിക്കുന്ന ഒരു അക്രമിയുണ്ട് സംവിധായകൻ. അതിൻ്റെ ഒരു ശതമാനം പോലും ഈ മൈക്കിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടില്ല. എന്തോ ഒരു നല്ലവനായിട്ടാണ് നിന്നെ തന്നെ ഇവിടെ അവതരിപ്പിച്ചിറങ്ങിപ്പോയത്. കമ്മീഷണറുടെ ഭരത്ചന്ദ്രനേക്കാൾ ചടുലനാണ്, അതിനേക്കാൾ അക്രമിയാണ് ഈ ഷാജി കൈലാസ്. അത് ആ സെറ്റ് വന്ന് ഈ ഒരു തിരിച്ചുകയറ്റം ഒക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ, അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഷാജി സാറിനെ ഞാൻ അറിയുന്നത് എൻ്റെ 1 മുതൽ 0 വരെ ആ കാലഘട്ടത്തിലാണ്. എനിക്കൊരു ഫ്രെയിമിൽ എങ്ങനെ നിൽക്കണം, ഒരു ക്ലോസപ്പ് ഫ്രെയിം വെച്ചാൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെ ക്ലാസ് എടുത്ത് ജിജോ സാറിൻ്റെ കൂടെ നിന്ന് ജിജോ സാർ വന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് ഒന്ന് ഫോളോ ആവാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കിപ്പോഴും ഉണ്ട്. ആലപ്പുഴ കടപ്പുറത്ത് വെച്ച് ഷാജി സാർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സോർട്ട് സുരേഷ് അങ്ങനെയല്ല ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ മുഖത്തൊരു ചുറ്റും ഒരു വര വരച്ചു ഇതിൽ നിൽക്കുക. സുരേഷ് ഈ കുറച്ച് നെർവസ് ആയതുകൊണ്ട് ഒരു കാലിൽ നിന്ന് ഈ ഗുരുവായൂർ കേശവനൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് പിന്നെ മറ്റേ കാലിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഫ്രെയിമിൽ ഇത്രയായിരിക്കും, അത് വൃത്തികേടാ സിനിമയെ കാണാൻ എന്ന് പറഞ്ഞ് ആദ്യത്തെ ക്ലാസ് എടുത്ത മനുഷ്യനാണ് ഈ ഷാജി കൈലാസ് സാർ. അന്ന് ആ കടപ്പുറത്ത് വീശിയ മഴ പെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു നനുത്ത കാറ്റ് പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ മുഖത്തടിച്ചത് ഭയങ്കര സെൻസിറ്റീവായിട്ടും നെർവസായിട്ടും നിൽക്കുന്നതുകൊണ്ട് അതിങ്ങനെ സ്പർശിക്കുന്നത് എനിക്കറിയാമായിരുന്നു. അപ്പം ജീവിതത്തിൽ എനിക്ക് നന്മ വഴിയെ വന്ന ഒരു മുഹൂർത്തവും അതിൻ്റെ ചോരയോ അതിൻ്റെ നാഡീ സ്പന്ദനമോ ഒന്നും മറക്കാതെ, ഒരിറ്റുപോലും മറക്കാതെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട്. ഒരു വ്യക്തി ഇവോൾവായി ഓരോ നിമിഷവും ഇവോൾവ് ചെയ്തു വരുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഹൃദയഘടന. ഇതൊരു സന്ദേശമൊന്നുമല്ല, ഞാൻ ഇങ്ങനെയായത് എന്ന് പറയുന്നത് അനുകരിക്കേണ്ടവർക്ക് അനുകരിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ വന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല. ഇഷ്ടമില്ലാത്തത് അന്നേരം എന്ത് വെറുപ്പ് എനിക്ക് നേരെ വന്നാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഷാജി സാറൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഹിതയിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ഐഡിയോളജി, ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്.